ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. കാലവർഷം കനത്തതോടെ ചേലക്കര നിയോജക മണ്ഡലത്തിലെ റോഡുകൾ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. കുണ്ടും കുഴിയും ചെളിക്കുളവുമായ റോഡുകളെക്കുറിച്ച് CCVയുടെ വാർത്താ സംഘം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മഴക്കാലമായാൽ പിന്നെ ചേലക്കര നിയോജക മണ്ഡലത്തിലെ റോഡുകൾ ഉണ്ണിയപ്പ ചട്ടി കണക്കെ കുണ്ടും കുഴിയുമായി മാറുന്നത് പതിവ് കാഴ്ചയാണ്. ഇത് യാത്രക്കാർക്ക് സമ്മാനിക്കുന്നത് ദുരിതയാത്രകൾ മാത്രം. അധികാരികൾ കണ്ണു തുറക്കാത്ത ഇത്തരം റോഡുകളിലൂടെയുള്ള ഒരു യാത്രയാണ് CCV ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കാലവർഷം കനത്തതോടെ ചേലക്കര നിയോജക മണ്ഡലത്തിലെ മിക്ക പഞ്ചായത്തുകളിലെയും പ്രധാന റോഡുകളെല്ലാം കുണ്ടും കുഴിയുമായി തകർന്നു. പലയിടത്തും റോഡുകൾ ചെളിക്കുളമായി മാറിയിരിക്കുകയാണ്. ഇത് കാൽനട യാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. റോഡുകളിലെ വലിയ ഗർത്തങ്ങൾ ചെറിയ അപകടങ്ങൾക്കും ഗതാഗത കുരുക്കിനും ഇടയാക്കുന്നുണ്ട്. അധികാരികളുടെ ഭാഗത്തു നിന്നുമുള്ള ശ്രദ്ധക്കുറവാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. പ്രദേശത്തെ നിരവധി ആളുകൾ ആശ്രയിക്കുന്ന ഈ റോഡുകൾ തകർന്നത് അവരുടെ ദൈനംദിന യാത്രകളെ സാരമായി ബാധിച്ചിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികൾക്കും ജോലിക്കാർക്കും സമയത്തിനെത്താൻ പ്രയാസങ്ങൾ നേരിടുന്നു. കൂടാതെ അടിയന്തര സാഹചര്യങ്ങളിൽ രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. റോഡുകളിലെ വെള്ളക്കെട്ടുകൾ കൊതുക് ശല്യത്തിനും അതുവഴി പകർച്ചവ്യാധികൾക്കും കാരണമാകുമോ എന്ന ആശങ്കയും നാട്ടുകാർക്കിടയിലുണ്ട്. മണലാടി വെട്ടിക്കാട്ടിരി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ കൊണ്ടുവന്ന റോഡ് റോളർ പോലും തുരുമ്പെടുത്ത് നശിച്ച നിലയിലാണെന്ന് അധികൃതരുടെ അനാസ്ഥ വ്യക്തമാക്കുന്നു. കല്ലും മണ്ണും മണലും ഉൾപ്പെടെ അമിത ഭാരം കയറ്റിയ വലിയ വാഹനങ്ങൾ ഇടതടവില്ലാതെ കടന്നുപോകുന്നത് പതിവായതോടെയാണ് പല ഗ്രാമീണ റോഡുകളും തകരുന്നതിന്റെ പ്രധാന കാരണമായി പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നത്. അമിത ഭാരം കയറ്റിയ വാഹനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു. റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം. അടിയന്തരമായി റോഡുകൾ അറ്റകുറ്റപ്പണി നടത്തുകയും ഗതാഗത യോഗ്യമാക്കുകയും ചെയ്തില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. മൊയ്തീനെ, ആ ചെറിയ സ്പാനർ ഇങ്ങെടുത്തേ, ഇപ്പൊ ശരിയാക്കി തരാം. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാനെത്തിയ റോളറും ശരിയായില്ല, റോഡും ശരിയായില്ല. CCVക്ക് വേണ്ടി ക്യാമറ പേഴ്സൺ വിബിക്സിനൊപ്പം സുമേഷ് അരയമ്പറമ്പിൽ.